അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലെ തപ്പു ബാഗ്ര എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജിലാണ്. ഏകദേശം 10ഓളം ചെറു കുടിലുകൾ അടങ്ങുന്ന ഇവരുടെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. പച്ചപ്പുല്ല് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, പുല്ല് ഇത് നമ്മുടെ നാട്ടിലൊക്കെ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ പുല്ല് വിരിക്കുക. ഇവരെ കാലാവസ്ഥ, ഇവരെ അറ്റ്മോസ്ഫിയർ പടച്ചവൻ കൊടുത്ത പ്രകൃതിയാണിത് നമുക്ക് പറയാൻ പറ്റും. അത്രയും പീസ്ഫുള്ളായിട്ടാണ് ഇവർ താമസിക്കുന്നത്. കൃഷിയാണ് കേട്ടോ ഇവരെ ഏറ്റവും മെയിനായിട്ട്. ചരങ്ങ, കുമ്പളം, നെല്ല്, വാഴ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ചെറിയൊരു കടയുണ്ട് ഇവിടെ പക്കാ സൈലൻ്റ് ആയിട്ടാണ് ഇവർ താമസിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ റോഡിലൂടെ നമ്മൾ മെച്ചുക്ക എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് പോകാതിരിക്കരുത്. നമ്മൾ ഓട്ടോ യാത്ര മെച്ചുക്കയ്ക്കാണ് പോണത്. അപ്പോൾ അതിന് മുൻപ് ജസ്റ്റ് റോഡ് സൈഡിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു ഗ്രാമം. ആ ഗ്രാമം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തിരിച്ചു പോകാൻ നമുക്ക് തോന്നൂല. അതാണ് ഇവിടുത്തെ പല ഗ്രാമങ്ങളും. അത്രയും നല്ല ആളുകളും മനുഷ്യന്മാരും നല്ല ഫുഡുകളും നല്ല ആംബിയൻസുകളും പക്കാ പീസ്ഫുൾ. ഇവരൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അച്ചീവ് ചെയ്യണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, സമ്പത്ത്, സ്വത്ത്, ഇങ്ങനത്തെ സംഗതികൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ഇങ്ങനത്തെ തോട്ട്സുകളൊന്നുമില്ല. ഇവരുടേതായ രീതിയിൽ ഏറ്റവും നല്ല മൈൻഡ് സെറ്റോടു കൂടി എല്ലാവരും ചിരിച്ച് കളിച്ച് ഭയങ്കര ഹാപ്പിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലെ തപ്പു ബാഗ്ര എന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജിലാണ്. ഏകദേശം 10ഓളം ചെറു കുടിലുകൾ അടങ്ങുന്ന ഇവരുടെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നും. പച്ചപ്പുല്ല് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, പുല്ല് നമ്മുടെ നാട്ടിലൊക്കെ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ പുല്ല് വിരിക്കുക. ഇവരെ കാലാവസ്ഥ, ഇവരെ അറ്റ്മോസ്ഫിയർ പടച്ചവൻ കൊടുത്ത പ്രകൃതിയാണിത് നമുക്ക് പറയാൻ പറ്റും. അത്രയും പീസ്ഫുള്ളായിട്ടാണ് ഇവർ താമസിക്കുന്നത്. കൃഷിയാണ് കേട്ടോ ഇവരെ ഏറ്റവും മെയിനായിട്ട്. ചരങ്ങ, കുമ്പളം, നെല്ല്, വാഴ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ചെറിയൊരു കടയുണ്ട് ഇവിടെ പക്കാ സൈലൻ്റ് ആയിട്ടാണ് ഇവർ താമസിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ റോഡിലൂടെ നമ്മൾ മെച്ചുക്ക എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് പോകാതിരിക്കരുത്. നമ്മൾ ഓട്ടോ യാത്ര മെച്ചുക്കയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് ജസ്റ്റ് റോഡ് സൈഡിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഒരു ഗ്രാമം. ആ ഗ്രാമം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തിരിച്ചു പോകാൻ നമുക്ക് തോന്നൂല. അതാണ് ഇവിടുത്തെ പല ഗ്രാമങ്ങളും. അത്രയും നല്ല ആളുകളും മനുഷ്യന്മാരും നല്ല ഫുഡുകളും നല്ല ആംബിയൻസുകളും പക്കാ പീസ്ഫുൾ. ഇവരൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അച്ചീവ് ചെയ്യണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, സമ്പത്ത്, സ്വത്ത് ഇങ്ങനത്തെ സംഗതികൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ഇങ്ങനത്തെ തോട്ട്സുകളൊന്നുമില്ല. ഇവരുടേതായ രീതിയിൽ ഏറ്റവും നല്ല മൈൻഡ് സെറ്റോടു കൂടി എല്ലാവരും ചിരിച്ച് കളിച്ച് ഭയങ്കര ഹാപ്പിയോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ തലമുറ കണ്ടു പഠിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം ഹാപ്പിനെസ്സിലൂടെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്.